ഓരോ സ്ഥലങ്ങളിലും ദുർബലരായ സ്ഥാനാർത്ഥികളെ ഇട്ടുകൊണ്ട് ഒരു ത്രികോണ മത്സരം വരാതിരിക്കാൻ വേണ്ടി കൃത്യമായിട്ടുള്ള ചില അഡ്ജസ്റ്റ്മെന്റുകൾ ആണ് ഈ 2020 നടത്തിയത് എന്നുള്ളത് കൂടി നമ്മൾ ഇതിൽ കാണേണ്ടതുണ്ട്. ഇപ്പോൾ 2020 എന്ന പ്രസ്ഥാനം വലിയ സംഭവമാണെന്ന് BJP കരുതുന്നു. നമ്മുടെ ഫെഡറൽ സംവിധാനത്തെക്കുറിച്ച് ഒരു ധാരണയുമില്ലാതെ വെറും ഒരു സോഷ്യൽ മീഡിയ റീൽസ് താരത്തിൻ്റെ നിലവാരത്തിൽ നിന്നുകൊണ്ട് ഒരു NDAയുടെ സ്ഥാനാർത്ഥി സംസാരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒന്ന് ആലോചിച്ചു പോകും. സാബുൻ ജേക്കബ് അരാഷ്ട്രീയമാണ് ഇവിടെ പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതെങ്കിൽ പോലും ഇത് BJPയുമായുള്ള ബന്ധത്തിൽ BJPക്ക് വലിയ രീതിയിൽ വില കൊടുക്കേണ്ടി വരുമെന്നും കൂടി നമ്മൾ ഇതിൽ പറയേണ്ടതുണ്ട്. രാജീവ് ചന്ദ്രശേഖർ ഇവിടെ സംസ്ഥാനത്ത് BJPയുടെ അധ്യക്ഷനായിട്ട് വരുന്ന സമയത്തും അദ്ദേഹം കൊണ്ടുവന്ന വികസിത കേരളം എന്ന് പറയുന്ന പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വളരെ നല്ല രീതിയിൽ ജനങ്ങൾക്കിടയിൽ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയതാണ്. പക്ഷെ അതിനിടയിലാണ് ഈ കോമാളിത്തരം. രാജേട്ട നമസ്കാരം. നമസ്കാരം. രാജേട്ട, നമ്മുടെ വളരെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ് ഈ NDAക്കകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. BJP വളരെ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം, അതായത് സീറ്റുകൾ എത്ര നേടും എന്നുള്ളതിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, വോട്ട് ബാങ്കിൽ അല്ലെങ്കിൽ ആ വോട്ടിംഗ് പെർസെൻറ്റേജിൽ വലിയൊരു വ്യത്യാസം വരുത്താനായിട്ട് സാധ്യതയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ചില സിനിമകൾക്കകത്ത് ഈ ജോക്കർ കഥാപാത്രങ്ങൾ, അത് കോമഡിയന്മാരൊക്കെ ഉണ്ട് എന്ന് പറയുന്ന പോലെ NDAക്കകത്തെ ജോക്കറായി മാറിക്കൊണ്ടിരിക്കുകയാണോ ഈ 2020 സാബു മുതലാളിയും അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥികളും എന്ന് സംശയിക്കേണ്ട രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് BJPക്ക് സാധ്യതകൾ ഉള്ള പല മണ്ഡലങ്ങളിൽ പോലും ഈ 2020യുടെ പേര് കൊണ്ടുപോയി സ്ഥാനാർത്ഥികളെ നിർത്തുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഈ ശിവസേന പോലെ അത്യാവശ്യം നമുക്ക് വർഷങ്ങളായിട്ട് ശിവസേനയെ പോലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ കുഴപ്പമില്ലാത്ത അണികളും അവർക്കുള്ളതാണ്. ഈ പറയുന്ന വലിയൊരു വോട്ട് ബാങ്ക് അവർക്കുണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ എങ്കിലുണ്ട്. അങ്ങനെയുള്ള ആളുകളെയൊക്കെ ശിവസേന ഉൾപ്പെടെയുള്ള ചെറിയ ഘടകകക്ഷികളെയൊക്കെ തഴഞ്ഞുകൊണ്ട് ഈ 2020ക്ക് ഒരു അമിതമായൊരു പ്രാധാന്യം BJP നൽകുന്നതിന് കാരണം എന്താണ്? നമുക്ക് ഒരു 2016 ഇലക്ഷൻ്റെ സമയത്താണ് BDJS എന്ന പ്രസ്ഥാനം. തീർച്ചയായിട്ടും ഈ BDJS പ്രസ്ഥാനം ഉണ്ടായിട്ട് രണ്ടാമത്തെ തെരഞ്ഞെടുപ്പായത്. ഈ ആദ്യഘട്ടത്തിൽ നമ്മൾ കണ്ടതാണ് BDJSന് അവർ വലിയ പ്രാധാന്യം കൊടുക്കുകയും അവർക്ക് മത്സരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് സീറ്റുകൾ കൊടുക്കുകയൊക്കെ ചെയ്തു. പക്ഷേ പിന്നീട് നമ്മൾ കണ്ടതാണ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ ആകുമ്പോഴേക്ക് BDJSൻ്റെ പ്രസക്തിയൊക്കെ നഷ്ടപ്പെട്ട് അവരുടെ അണികളൊന്നും ആരും കൂടെ ഇല്ല എന്നുള്ള കാര്യം BJPക്ക് തന്നെ വ്യക്തമായി ബോധ്യപ്പെട്ടു. ഇപ്പോൾ 2020 എന്ന പ്രസ്ഥാനം വലിയ സംഭവമാണെന്ന് BJP കരുതുന്നു. BJPക്ക് അല്ലെങ്കിലും BJPക്ക് ഇങ്ങനെ ഒരു ഘടകകക്ഷി വന്നില്ലായിരുന്നെങ്കിൽ കുറച്ചും കൂടി സാമ്പത്തിക ബാധ്യത ഉണ്ടായതിനെ, കുറച്ചും കൂടി ആളുകളെ കണ്ടെത്തേണ്ടി വന്നേനെ. ഇത് ആളുകൾ മത്സരിക്കാനില്ലാത്തതുകൊണ്ടല്ലോ, BJPക്ക് ആളുകളൊക്കെ മത്സരിക്കാനുണ്ട്. പക്ഷേ കുറേ ആളുകളെ ഒതുക്കാനും അതുപോലെ തന്നെ കുറേ സ്ഥിരം സ്ഥാനാർത്ഥികളെ, പ്രഖ്യാപിത സ്ഥാനാർത്ഥികളുണ്ട്, അവരൊക്കെ ഒതുക്കാനൊക്കെ വേണ്ടിയിട്ട് കുറേ ആളുകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് 2020 കുറച്ചധികം സീറ്റുകൾ കൊടുത്തു എന്നുള്ളതാണ്. ഇപ്പോൾ 2020 പ്രസ്ഥാനം എന്ന് പറയുന്നത് ഒരു ജനകീയ പ്രസ്ഥാനമല്ല, അതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ കീഴിലുള്ള ഒരു പിന്നെ റിക്രിയേഷൻ ക്ലബ്ബ് പോലെയുള്ള ഒരു അപ്പോൾ റിക്രിയേഷൻ ക്ലബ്ബ് പോലുള്ള ഒരു പരിപാടിയാണ് ഈ 2020 എന്ന് പറയുന്നത്. അപ്പോൾ മത്സരിക്കാൻ പോകുന്നവർക്ക് കാശ് കിട്ടും, അതിൽ പ്രവർത്തിക്കാൻ വേണ്ടി പോകുന്നവർക്ക് കാശ് കിട്ടും. കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ്റെ സമയത്തൊക്കെ നമുക്കറിയാം, നമ്മൾ ഈ 1000 രൂപ ബിരിയാണി, 1000 ഒന്നുമല്ല 1500 കിട്ടിയ ആൾക്കാരുണ്ട്, അത്രയും പൈസ കിട്ടിയ ആൾക്കാരുണ്ട്. അപ്പോൾ രാവിലെ ഒരു പിന്നെ ഡ്രോപ്പിംഗ് പോയിന്റിൽ കൊണ്ട് ആളുകളെ ഇറക്കുന്നു. അവർ അവിടെ ഒരു കോർഡിനേറ്റർ നിന്നുകൊണ്ട് ഒരാൾ തെക്കോട്ട് ഒരാൾ വടക്കോട്ട് എന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ റൂട്ട് മാപ്പ് കൊടുക്കുന്നു. അവരതുപോലെ പോകുന്നു, വീടുകളിൽ തോറും കയറുന്നു, അവർ പിന്നെ 2020യെ കുറിച്ച് പറയുന്നു, സ്ഥാനാർത്ഥിയെക്കുറിച്ച് പറയുന്നു. ഇത് വളരെ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക്കായി നടന്നു വന്ന ഒരു പരിപാടിയായിരുന്നു. കാരണം അവർ ഉദ്യോഗസ്ഥരെ പോലെയാണ് അവർ പെരുമാറിയിരുന്നത്. ഈ സംവിധാനം കേരളത്തിൽ ഈ ഇപ്പം മത്സരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും അവർ വീണ്ടും നടപ്പിലാക്കുമെന്ന് BJPക്ക് അറിയാം. BJPയെ സംബന്ധിച്ചിടത്തോളം, NDAയെ സംബന്ധിച്ചിടത്തോളം ഒരു രൂപ പോലും അവർക്ക് ചിലവില്ലാതെ ഈ ഇലക്ഷൻ അങ്ങോട്ട് രക്ഷപ്പെട്ട് കിട്ടും എന്നുള്ളതാണ്. ഇപ്പം നമുക്കറിയാം, തൃപ്പൂണിത്തുറ പോലെയുള്ള മണ്ഡലം A ക്ലാസ് മണ്ഡലമാണ്, BJPക്ക് വളരെ സാധ്യതയുള്ള മണ്ഡലമാണ്. BJPക്ക് നഗരസഭാ ഭരണമുള്ള സ്ഥലമാണ്. നഗരമധ്യം എന്ന് പറയുന്നത്, അതായത് ഈ മുനിസിപ്പൽ ഏരിയയിൽ BJPക്ക് അത്യാവശ്യം സ്വീകാര്യതയുള്ളതാണ്. അപ്പോൾ BJPയുടെ പ്രവർത്തകർ സ്വാഭാവികമായിട്ടും കരുതുക ഇവിടെ N രാധാകൃഷ്ണനെ പോലെയുള്ള അല്ലെങ്കിൽ KS രാധാകൃഷ്ണനെ പോലെയുള്ള ഏതെങ്കിലും ഒരു നേതാവായിരിക്കും ഇത്തവണ മത്സരിക്കുക എന്ന് കരുതി. പക്ഷേ അവരെ നിരാശരായിക്കൊണ്ട് 2020 ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് സിനിമാ താരം അഞ്ജലി ആയിരുന്നു. അപ്പോൾ അഞ്ജലി നായരാണ്. അപ്പം ഇങ്ങനെയുള്ള ഒരു കോമഡി ഷോ ആണ്. ഇപ്പം തൃക്കാക്കരയിൽ നമുക്കറിയാം അഖിൽ മാരാർ എന്ന് പറയാം. അഖിൽ മാരാർ ആരാന്ന് വെച്ചാൽ അദ്ദേഹം ഒന്ന് രണ്ട് സിനിമയിൽ അഭിനയിക്കുകയും അതുപോലെ തന്നെ ഒരു സിനിമ സംവിധാനം ഏറ്റവും ബോറൻ പരിപാടിയായ ഈ ബിഗ് ബോസിൽ പോയി അയാൾ ബിഗ് ബോസ് താരം എന്നാണ് പറയുന്നത്. അപ്പം ബിഗ് ബോസ് താരത്തെയും അതുപോലെയുള്ള ഇങ്ങനെയുള്ള ചെറു താരങ്ങളെയൊക്കെ കൊണ്ടുവന്ന് ഈ തെരഞ്ഞെടുപ്പിനെ തന്നെ
ഭയങ്കരമായി കോമഡിയാക്കിക്കൊണ്ട്. പക്ഷെ നമ്മളിത് പറയുമ്പോൾ ഇതിന്റെ പിന്നിൽ മറ്റൊരു രാഷ്ട്രീയമുണ്ട് എന്നുകൂടി നമ്മളിൽ കാണണം. അത് ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമാണ്. ഓരോ സ്ഥലങ്ങളിലും ദുർബലരായ സ്ഥാനാർത്ഥികളെ ഇട്ടുകൊണ്ട് ഒരു ത്രികോണ മത്സരം വരാതിരിക്കാൻ വേണ്ടി കൃത്യമായിട്ടുള്ള ചില അഡ്ജസ്റ്റ്മെന്റുകൾ ആണ് ഈ 2020 നടത്തിയത് എന്നുള്ളത് കൂടി നമ്മൾ ഇതിൽ കാണേണ്ടതുണ്ട്. ഇത് കേരളത്തിൽ ആര് ഭരിക്കണം എന്നുള്ള തീരുമാനമെടുക്കാൻ പോലും പറ്റുന്ന രീതിയിലുള്ള ചില അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം. ഇപ്പം ഈ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തെക്കുറിച്ചാണ് ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡീലുകളാണ്. പല സ്ഥലത്തും ഡീലുകളുണ്ട്. പാലക്കാട് ഡീലുണ്ട്, അവിടെ ഡീലുണ്ട്, നേമത്തെ ഡീലുണ്ട്, അങ്ങനെ പല സ്ഥലങ്ങളിലും ഡീലുകൾ നടക്കുന്നു എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഡീൽ നടത്തിയിരിക്കുന്നത് എന്ന് പറയുന്നത് 2020 ആണ്. 2020 ഗംഭീരമായ ഡീലാണ് നടത്തിയിരിക്കുന്നത്. വളരെ രഹസ്യമായിട്ട് ഓരോ സ്ഥലങ്ങളിലും ഓരോ ആളെ സഹായിക്കാൻ വേണ്ടിയുള്ള ചില നീക്കങ്ങളാണ് നടക്കുന്നത്. ഇതിലൊക്കെ സാബു മലയാളി വളരെ കൃത്യമായിട്ട് രാഷ്ട്രീയമായ അജണ്ടകൾ പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് ഇത്. നമ്മൾ അരാഷ്ട്രീയം എന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ അദ്ദേഹം ചില സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടാണ് ഈ NDAയിലേക്ക് പോയതെന്നൊക്കെ പറയുമ്പോഴും സാബു ജേക്കബ് കൃത്യമായിട്ട് ഇതിൽ അജണ്ടകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ അജണ്ടകൾ പ്രകാരം തന്നെയാണ് സ്ഥാനാർത്ഥി നിർണ്ണയം നടന്നിരിക്കുന്നത്. നമ്മളിൽ കാണേണ്ടത് അതായത് പ്രത്യക്ഷത്തിൽ ശത്രുത ഉണ്ട് എന്ന് ജനങ്ങൾ തെറ്റിദ്ധരിക്കുമെങ്കിലും അന്തർധാര വളരെ സജീവമാണ് എന്നാണ് എനിക്ക് തോന്നുന്ന കാര്യം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സാബു എം ജേക്കബിന് VD സതീശനോട് വലിയൊരു വൈരാഗ്യമുണ്ട്. ആ വൈരാഗ്യം മറ്റൊന്നുമല്ല. സാബു എം ജേക്കബ് ചോദിച്ചിരുന്നത് 2 സീറ്റുകളാണ്. ഒന്ന് കുന്നത്തുനാട് സീറ്റ്, അതുകൂടാതെ പിന്നെ പെരുമ്പാവൂർ സീറ്റ്. അതോടൊപ്പം തന്നെ പുള്ളി ചോദിച്ചിരുന്ന മറ്റൊരു സീറ്റാണ് ചാലക്കുടി സീറ്റ്, ഇരിങ്ങാലക്കുട. ഈ 4 സീറ്റുകളാണ് UDFനോട് 2020 ആവശ്യപ്പെട്ടിരുന്നത്. അത് ഏകദേശം ധാരണയാവുകയും ചെയ്തിരുന്നു. കാരണം രാഹുൽ ഗാന്ധി ഏറ്റവും ഒടുവിൽ കൊച്ചിയിൽ വരുന്ന ആ ദിവസം തന്നെ ഇതിനെ സംബന്ധിച്ചൊരു തീരുമാനമാകുമെന്നും സാബു എം ജേക്കബിൻ്റെ UDF പ്രവേശനത്തെ സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രഖ്യാപനം നടക്കും എന്നും ആര് വിചാരിച്ചിരുന്നു? സാബു എം ജേക്കബ് വിചാരിച്ചിരുന്നു. പക്ഷേ അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായിട്ടൊരു സംഭവമാണ് ഉണ്ടായത്. കാരണം വേണമെങ്കിൽ കുന്നത്തുനാട് മാത്രം നൽകാം എന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ വന്നതോടുകൂടി സാബു എം ജേക്കബിനെ സംബന്ധിച്ചിട്ട് ബേസിക്കലി ഒരു പ്രതികാരം ഒരാളോട് തോന്നിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സംഭവങ്ങളൊക്കെ എറണാകുളം ജില്ലയിൽ നടന്നിട്ടുള്ളത് എന്ന് നമുക്ക് പറയാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. അങ്കമാലിയിൽ മത്സരിക്കുന്ന പ്രോമി കുര്യാക്കോസ് എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. പ്രോമി കുര്യാക്കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ നിത പ്രോമി, ഇവരൊക്കെ എനിക്കൊന്ന് എന്തൊരു ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഫ്ലവേഴ്സിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ പ്രോഗ്രാമിലൂടെയാണ് ഇവരൊക്കെ സോഷ്യൽ മീഡിയ താരങ്ങളായിട്ട് മാറുന്നത്. അപ്പോൾ പ്രോമിയുടെ പല പ്രസംഗങ്ങളും കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു എന്താ പറയുക, ഒരു ഹാസ്യം അതിനകത്ത് ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഇവരൊക്കെ ഇതിന് മുമ്പ് സോഷ്യൽ മീഡിയയിലൊക്കെ ചില റീൽസൊക്കെ ചെയ്യുമായിരുന്നു. അതൊക്കെ നമ്മളെ ഏറെ രസിപ്പിച്ചിട്ടുള്ളതാണ്. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി അവരോടൊക്കെ തോന്നിയ ആ ഒരു ഇഷ്ടം തന്നെ നഷ്ടപ്പെടുത്തി കളയുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അങ്കമാലിയെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ, അങ്കമാലി BJPയെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ അവിടെ ഇപ്പോൾ ഒരുപാട് നല്ല നേതാക്കന്മാരുണ്ട്. ഇപ്പോൾ ബിജു പുരുഷോത്തമൻ എന്നൊക്കെ പറയുന്ന ഒരു വ്യക്തിയുണ്ട്. കാരണം എനിക്ക് ചെറുപ്പം തുടങ്ങി അറിയാവുന്ന ഒരു കക്ഷിയാണ്. പുള്ളി ചെറുപ്പം തുടങ്ങി തന്നെ BJPയുടെ കൊടി പിടിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കക്ഷിയാണ്. ഇപ്പോൾ അദ്ദേഹം പഞ്ചായത്ത് മെമ്പറാണ്. അതായത് ഏറ്റവും കൂടുതലായിട്ട് ക്രിസ്ത്യൻസൊക്കെ താമസിക്കുന്ന ഒരു പഞ്ചായത്ത് വാർഡിൽ നിന്നുകൊണ്ട് മത്സരിച്ച് BJP സ്ഥാനാർത്ഥി. കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് വിജയിച്ചിരുന്നത്. ഇപ്രാവശ്യം അദ്ദേഹമാണ് വിജയിച്ചിട്ടുള്ളത്. അദ്ദേഹത്തെ ഒക്കെ അങ്കമാലി നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കിയിരുന്നില്ല. കൃത്യമായൊരു രാഷ്ട്രീയ മത്സരം അങ്കമാലി നടക്കുമായിരുന്നു. പക്ഷേ ഇതൊന്നും അവിടെ സംഭവിച്ചിട്ടില്ല. പിന്നെ നമ്മൾ നോക്കിക്കാണേണ്ടത് വെച്ചാൽ ഏറ്റുമാനൂർ ആദ്യം വീണ നായരെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുന്നു. അതിനുശേഷം വീണ നായർ മാറിയതിനു ശേഷം വോട്ടില്ല. അതിനുശേഷം പിന്നെ വീണ്ടും വേറൊരു പെൺകുട്ടിയെ കൊണ്ടിരുന്നു. അതൊരു റീൽ സ്ഥാനമാണ്. ഈ റീൽ സ്ഥാനം വന്നതിന് ശേഷം ഇവർ പറയുന്നത് എന്താണ്? കേന്ദ്ര സർക്കാരാണ് ഇവിടെ എല്ലാ പദ്ധതികളും നടപ്പിലാക്കിയിട്ടുള്ളത്. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികളുടെ അവകാശമാണ് ഇപ്പോൾ ഇവിടെയുള്ള സംസ്ഥാന സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇതിനെക്കുറിച്ച് നാട്ടിൽ നടക്കുന്ന വികസന പ്രവർത്തനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ഫെഡറൽ സംവിധാനത്തെക്കുറിച്ചോ ഒന്നും ഒരു ധാരണയുമില്ലാതെ വെറും ഒരു സോഷ്യൽ മീഡിയ റീൽ സ്ഥാനത്തിൻ്റെ നിലവാരത്തിൽ നിന്നുകൊണ്ട് ഒരു NDAയുടെ സ്ഥാനാർത്ഥി സംസാരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. അതുകൂടാതെ തന്നെ തൃപ്പൂണിത്തറയിൽ ഈ ഡോക്ടർ KS രാധാകൃഷ്ണൻ സാറിനെ പോലെയുള്ള, അതായത് ഒന്നുമല്ലെങ്കിൽ മേജർ രവിയൊക്കെ താമസിക്കുന്ന, എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ തൃപ്പൂണിത്തറ നിയോജക മണ്ഡലത്തിൻ്റെ തൃക്കാക്കരയാണെന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ ഈ മേജർ രവിയെ വേണമെങ്കിൽ തൃക്കാക്കര സ്ഥാനാർത്ഥിയാക്കാമായിരുന്നു. അങ്ങനെ എത്രയോ നല്ല നല്ല സ്ഥാനാർത്ഥികൾ ഈ BJPക്ക് ഇവിടെ കിടക്കുന്ന സമയത്താണ്. അതോടൊപ്പം തന്നെ ശിവസേനയുടെ കാര്യം പറഞ്ഞു. ശിവസേനയ്ക്കൊക്കെ വേണമെങ്കിൽ വൈപ്പിനിലും കൊച്ചിയിലും ഒക്കെ നല്ല രീതിയിൽ സ്ഥാനാർത്ഥികളെ നിർത്താൻ പറ്റുന്ന ആളുകളുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും പരിഗണിക്കാതെ ഇതേമാതിരിയുള്ള
ഒരു കോമഡി ഷോയാക്കി എറണാകുളം ജില്ലയിലെ NDAയുടെ ഈ ഒരു തെരഞ്ഞെടുപ്പ് മത്സരത്തെ മാറ്റിയതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുക്കാൻ എന്ന് പറയുന്നത് സാബു എം ജേക്കബിനും 2020 ഉള്ളതാണ്. മറ്റാർക്കും അതിനകത്ത് അവകാശവാദമില്ല. അല്ല, ഇപ്പൊ നമുക്ക് ഇത് നോക്കുന്ന BJPയുടെ ഇപ്പോൾ സ്റ്റേറ്റ് പ്രസിഡന്റ് എന്ന് പറയുന്നത് ആരാണ്? രാജീവ് ചന്ദ്രശേഖരനാണ്. രാജീവ് ചന്ദ്രശേഖരൻ യഥാർത്ഥത്തിൽ ഒരു പൊളിറ്റീഷ്യൻ ഒന്നും ആയിരുന്നില്ല. അദ്ദേഹം വളരെ അറിയപ്പെടുന്ന, അല്ലെങ്കിൽ ഇന്ത്യ മൊത്തം വേരുകളുള്ള ഒരു വലിയ വ്യവസായി ഗ്രൂപ്പിന്റെ തലവൻ എന്നുള്ള രീതിയിൽ രാജീവ് ചന്ദ്രശേഖർ രാജ്യസഭാംഗമായി അദ്ദേഹം പിന്നീട് കേന്ദ്രമന്ത്രിയാവുന്നു. വളരെ അപ്രതീക്ഷിതമായി, അല്ലെങ്കിൽ കേരളത്തിലെ BJPക്കാരുടെ തമ്മിലടി അവസാനിപ്പിക്കാൻ വേണ്ടി പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവരികയാണ് ചെയ്തത്. അപ്പോൾ അതോടുകൂടി എന്തായി എന്ന് പറഞ്ഞാൽ ഒരു വ്യവസായിയുടെ മൈൻഡിലേക്ക് ഈ BJP മാറി എന്നുള്ളതാണ് നമ്മളിൽ കാണേണ്ടത്. അതുകൊണ്ടാണ് ഈ സാബു എം ജേക്കബ് എന്നുള്ള മറ്റൊരു വ്യവസായിക്ക് കൈ കൊടുക്കാൻ വേണ്ടി പെട്ടെന്ന് കഴിയും സ്പേസ് കിട്ടുന്നത്. ഈ രാജീവ് ചന്ദ്രശേഖർ ഇവിടെ സംസ്ഥാനത്ത് BJPയുടെ അധ്യക്ഷനായിട്ട് വരുന്ന സമയത്തും അദ്ദേഹം കൊണ്ടുവന്ന വികസിത കേരളം എന്ന് പറയുന്ന പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വളരെ നല്ല രീതിയിൽ ജനങ്ങൾക്കിടയിൽ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയതാണ്. പക്ഷെ അതിനിടയിലാണ് ഈ കോമാളിത്തരം. പിന്നെ ഇപ്പം സിബി നേരത്തെ പറഞ്ഞു, കോൺഗ്രസ്സായിട്ട് ശരിക്കും ഇവർ ചർച്ചകൾ നടത്തിയിരുന്നു. ഈ 2020 ഉണ്ടാവാനുള്ള കാരണം എന്താണ്? അതുകൂടി നമ്മൾ പരിശോധിക്കും. കോൺഗ്രസ് വിരോധം കൊണ്ട് മാത്രമാണ്. അതായത് പഞ്ചായത്തിലുണ്ടായ, കിഴക്കമ്പലം പഞ്ചായത്തിലുണ്ടായ കോൺഗ്രസ് നേതൃത്വം, കോൺഗ്രസിന്റെ ഭരണസമിതി ഉണ്ടായിരുന്ന സമയത്ത് ഈ 2020യുടെ സ്ഥാപനം എന്ന് പറയുന്നത് കിറ്റക്സ് ആണല്ലോ. ഈ കിറ്റക്സ് കമ്പനിയും അത് സാബു എം ജേക്കബിന്റെ പിതാവ് സമയത്തുണ്ടായിരുന്ന സമയത്ത് ഈ ഭരണസമിതി ഉണ്ടായ പ്രശ്നങ്ങൾ, പിന്നീട് ബെന്നി ബെഹനാനുണ്ടായ പ്രശ്നങ്ങൾ, PT തോമസുമായിട്ടുണ്ടായിരുന്ന ഏറ്റുമുട്ടലുകൾ, ഇതിന്റെയൊക്കെ ഫലമായിട്ടാണല്ലോ ഈ പറയുന്ന 2020 പ്രസ്ഥാനം ഉണ്ടാകുന്നത്. അപ്പോൾ 2020 പ്രസ്ഥാനം ഉണ്ടായിട്ട് പിന്നീട് അവർ കോൺഗ്രസിന് കൈ കൊടുക്കുമെന്ന് വിചാരിക്കുന്നത് തെറ്റാണ്. പിന്നെ 2, കുന്നത്തുനാടിൽ കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെയാണ് അവിടെ CPMന്റെ സ്ഥാനാർത്ഥി വിജയിച്ചത്? വോട്ടുകൾ സ്പ്ലിറ്റായി പോയി കൊണ്ട് മാത്രമാണ്. സജീന്ദ്രനും ഒരു ഭാഗത്ത് നിൽക്കുന്നു, 2020 സ്ഥാനാർത്ഥി നിൽക്കുന്നു, മറ്റേ ഇദ്ദേഹം നിൽക്കുന്നു, സജീന്ദ്രൻ നിൽക്കുന്നു. അങ്ങനെ ഈ വോട്ടുകൾ സ്പ്ലിറ്റായി പോയപ്പോൾ മാത്രമാണ് ഇദ്ദേഹം ജയിച്ചത്. പക്ഷെ പിന്നീട് ആ സ്ഥാനാർത്ഥിയുടെ വിജയത്തിന്റെ കാരണം എന്ന് പറയുന്നത് 2020 ആയിരുന്നു, സാബു എം ജേക്കബ് ആയിരുന്നു. പിന്നീട് സാബു എം ജേക്കബും അവിടുത്തെ MLAയുമായിട്ട് നിരന്തര പോരാട്ടമാണ് പിന്നെ നമ്മൾ കണ്ടത്. നിരന്തരമായ പോരാട്ടമാണ്. ഈ കഴിഞ്ഞ ഈ തൃക്കാക്കര ബൈ ഇലക്ഷന്റെ സമയത്ത് വരെ അവർ തമ്മിലുണ്ടായ പോരാട്ടം നമ്മൾ കണ്ടു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ സമയത്തും അവർ തമ്മിലുള്ള പോരാട്ടം കണ്ടു. CPM നേതൃത്വവും സാബു ജേക്കബും തമ്മിലുണ്ടായ വലിയ വെല്ലുവിളികളും അങ്ങോട്ടും ഇങ്ങോട്ടും അവസാനം മുഖ്യമന്ത്രി നേരെ വെല്ലുവിളിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. എനിക്കെതിരെ നീങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിനെതിരെ ചില കാര്യങ്ങൾ ഞാൻ വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞു. എൻ്റെ കയ്യിൽ വലിയ ബോംബുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ആ ബോംബ് പിന്നീട് നനഞ്ഞ പടക്കായി പോവുകയും, അല്ലെങ്കിൽ അത് പുള്ളി എവിടെയാണ് കൊണ്ട് കുഴിച്ചിട്ടെന്ന് അതിനുള്ള ധൈര്യമൊന്നും സാബു ജേക്കബ് അങ്ങനെ സാബു ജേക്കബ് ഒരിക്കലും പൊളിറ്റിക്കലി അല്ല നീങ്ങിയിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ UDF നേതൃത്വം എങ്ങനെയാണ് അദ്ദേഹത്തെ അംഗീകരിക്കുക? അദ്ദേഹത്തെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. പിന്നെ എന്തടിസ്ഥാനത്തിലാണ് UDFന് പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന പെരുമ്പാവൂർ വേണമെന്ന് പറയുന്നത്? ചാലക്കുടി നമുക്കറിയാം. ചാലക്കുടി ഇപ്പൊ നേരത്തെ അത് LDFന് അനുകൂലമായതെങ്കിൽ പോലും ഇപ്പൊ അത് MLA ഉള്ള സ്ഥലമാണ്. ഇരിഞ്ഞാലക്കുട ഏത് രീതിയിലാണ് കൊടുക്കുക? അങ്ങനെ ഈ പറയുന്ന ഒരു സ്ഥലവും അദ്ദേഹത്തിന് കിട്ടില്ല എന്ന് അത്യാവശ്യ രാഷ്ട്രീയ ബോധം ഉണ്ടായതെങ്കിൽ അദ്ദേഹം കിട്ടും. അപ്പൊ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ബോധം ഇല്ല എന്നുള്ളത് ഒന്ന്. രണ്ടാമത്തെ, അദ്ദേഹം ലക്ഷ്യമിടുന്ന വേറെ രാഷ്ട്രീയം വേറെയുണ്ട്. അത് വേറെ കച്ചവട രാഷ്ട്രീയമാണ്. അതിൽ അദ്ദേഹത്തിന് വ്യക്തമായ ധാരണ. ആ ലക്ഷ്യത്തിൽ പുള്ളി വിജയിച്ചല്ലോ. ആ ലക്ഷ്യത്തിൽ വിജയിച്ചു. അപ്പൊ ഇനിയും അദ്ദേഹം ചില ലക്ഷ്യം ഇടുന്നുണ്ട്. ഇപ്പൊ നമുക്ക് അറിയാം, ആം ആദ്മി പാർട്ടിക്ക് പുള്ളി പോയി കൈയെടുക്കുകയും ഈ കെജ്രിവാളിനെയൊക്കെ കൊണ്ട് കിഴക്കമ്പലത്ത് കൊണ്ട് പ്രസംഗിക്കുകയും ചെയ്തപ്പോൾ നമ്മൾ വിചാരിച്ചത് ഒരു കേരളത്തിൽ ഒരു ബദൽ രാഷ്ട്രീയമാണ് പറയാൻ പോകുന്നത്. പക്ഷെ ബദൽ രാഷ്ട്രീയം പറയാനായിരുന്നില്ല. അദ്ദേഹത്തിന് ദേശീയ തലത്തിൽ ശ്രദ്ധ നേടാൻ വേണ്ടിയിട്ടുള്ള നീക്കമായിരുന്നു. ഒരുപക്ഷെ അന്ന് കെജ്രിവാളിന് പോയി കൈ കൊടുത്തത് കൊണ്ട് മാത്രമാണ് ഇപ്പൊ BJP ആയിട്ട് പെട്ടെന്ന് ഒരു അലയൻസിലേക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞെന്നും കൂടി അങ്ങനെ ഒരു രാഷ്ട്രീയം കൂടി അതിന് പിറകിലുണ്ടെന്നും കൂടി നമ്മൾ ഇതിൽ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് സാബു എം ജേക്കബ് അരാഷ്ട്രീയമാണ് ഇവിടെ പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതെങ്കിൽ പോലും ഇത് BJPയുമായുള്ള ബന്ധത്തിൽ BJPക്ക് വലിയ രീതിയിൽ വില കൊടുക്കേണ്ടി വരുമെന്നും കൂടി നമ്മൾ ഇതിൽ പറയേണ്ടതുണ്ട്.